ചങ്ങായിമാരെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ കേരളം പിടിക്കാൻ വരുന്ന BJP-കാരില്ലേ അവരെ കുറിച്ച് കേരളത്തിലെ സാധാരണക്കാരുടെ അഭിപ്രായമാണ്. സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ തലയിൽ ചാണകം കയറാത്ത സാധാരണക്കാരുടെ അഭിപ്രായം. അവരുടെ അഭിപ്രായങ്ങൾ കാണിക്കുന്നതിന് മുമ്പില് ഞാൻ നിങ്ങൾ കണ്ടില്ല കേരളത്തിലെ ഒരു സാധാരണ ചാണകസംഖി എങ്ങനെയായിരിക്കും എന്തായിരിക്കും കാണിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. ആ ചാണകസംഖ്യ നമ്മളെ പീപ്പിൾ കേരളയിലെ ബാബുവേട്ടനില്ലേ, ബാബുവേട്ടൻ കണ്ടം വഴി ഓടിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ ഒരു ശരാശരി ചാണകസംഖി എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം നിങ്ങൾ മനുഷ്യരായിട്ടോട് സംസാരിച്ചാൽ മതി. നിങ്ങൾ ഒരു BJP-കാരനാണ്. ഗ്യാസിന്റെ വില കൂട്ടുന്നതിൽ നിങ്ങൾക്ക് വിഷമുണ്ടോ? വിഷമുണ്ട്. ഒരു മിനിറ്റ്. പെട്രോളിന്റെ വില കൂട്ടുന്നതിൽ നിങ്ങൾക്ക് വിഷമുണ്ട്. അത് ഒരു മിനിറ്റ് ആയില്ല, പറഞ്ഞില്ല. അവശ്യ സാധനങ്ങളുടെ വില കൂട്ടുന്നതിൽ നിങ്ങൾക്ക് വിഷമുണ്ട്. പാവപ്പെട്ട ആളുകള് അന്യ സംസ്ഥാനത്ത് നിങ്ങൾ ബോംബെയിലടക്കം വണ്ടി ഓടിച്ച ആളുകളല്ലേ, അതിന് ബീഫിന്റെ പേരിൽ തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ ബീഫിന്റെ പേരിൽ തല്ലുക എന്നുള്ള സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമുണ്ട്. പിന്നെ എന്തിനാണ് BJP കേരളത്തിൽ വരുന്നത്? ഗ്യാസിന്റെ വില കൂടുതൽ നിങ്ങൾക്ക് വിഷമുണ്ട്, പെട്രോളിന്റെ വില കൂടിയ നിങ്ങൾക്ക് BJP-കാരനായതിൽ വിഷമുണ്ട്, ഡീസലിന്റെ വില കൂടിയ വിഷമുണ്ട്, അവശ്യ സാധനങ്ങളുടെ വില കൂടിയ വിഷമുണ്ട്. ശരിയാണല്ലോ? ആണല്ലേ? പിന്നെ എന്ത് നന്നാക്കാനാ BJP ഇങ്ങോട്ട് വരുന്നത്? പറയട്ടെ, എന്തിനൊരു കാരണങ്ങളുണ്ട്. എന്ത് കാരണങ്ങളുണ്ട് പറയാം. ഇപ്പൊ പെട്രോളിന്റെ വില കൂടിയാലും അല്ലെങ്കിൽ പിന്നെ ഡീസലിന്റെ വില കൂടിയാലും ഇപ്പൊ ബീഫിന് പിന്നെ പ്രശ്നങ്ങൾ ഇതൊക്കെ എല്ലാം ഇപ്പൊ ഡീസലിന്റെ വില ഒറ്റയടിക്കാൻ കൂടി അല്ലെങ്കിൽ അതിനെല്ലാത്തിനും പിന്നെ മോദി സർക്കാരിന് ഒരു കാരണം കാണും. ഇപ്പൊ അത് കുറയ്ക്കാനുള്ള കാരണങ്ങളുണ്ട്, അത് കൂടുന്നതിന് കാരണങ്ങളുണ്ട്. ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ എന്തെല്ലാം 2020 നിങ്ങൾ BJP-കാരായതുകൊണ്ട് അറിയില്ല എന്ന് എനിക്കറിയില്ല. 2020 പെട്രോളിന്റെ വില കൂട്ടിയതാ. ക്രൂഡ് ഓയിലിന് എത്ര വില കുറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല? വില കുറച്ചില്ല. അപ്പൊ കുറയ്ക്കുന്നത് ആനുകൂല്യമായി കിട്ടാത്തില്ല. ഇപ്പൊ സാർ പറഞ്ഞതിന്റെ കാരണം ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒരൊറ്റ ഉത്തരം നിങ്ങൾ ചോദിക്കുന്നതിൽ ഒരൊറ്റ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. മോദി സർക്കാർ എന്തൊക്കെ ചെയ്താലും എവിടൊക്കെ വില കയറ്റിയാലും എവിടൊക്കെ കുറഞ്ഞാലും ശരി, മോദി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഉത്തരം ഇപ്പുറത്ത് മോദി കണ്ടിരിക്കും. ഇതിന്റെ ഒരു ഉത്തരം അത്രേ ഉള്ളൂ. കാരണം ഇതിന് മോദി സർക്കാർ എന്താണ് എവിടെയെങ്കിലും ഒരു വില കയറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം മോദി സർക്കാർ തെറ്റെടുക്കാണ്ടില്ല അതിനിപ്പുറത്ത് നല്ലൊരു ശരിയും ഉണ്ടാവും. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചോളൂ. 2014 മുതൽ 2026 12 വർഷം എന്ത് ഉണ്ടയാണ് തന്നത്? നമുക്ക് എങ്ങനെ മനസ്സിലായി? എന്ത് ഉണ്ടയാണ് ശരിയായി തന്നത്? വില കൂട്ടല്ലാതെ കുറയ്ക്കാൻ വല്ലതും സംഭവിച്ചു? നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ഉത്തരേന്ത്യയിലുള്ള സംഖ്യകളില്ലേ അതേപോലെ തന്നെ തലയിൽ ചാണകം കയറിയ സംഖ്യകൾ തന്നെയാണ് നമ്മൾ കേരളത്തിലുള്ളത്. BJP ചെയ്യുന്ന എല്ലാ കാര്യത്തിലുണ്ടല്ല ഇവന്മാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, തലയിൽ വർഗീയത കയറിയോണ്ടല്ല BJP ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ സൈക്കിളാണ് ഈ ചാണക സംഖ്യകൾ. ഇങ്ങനെ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് കേരളത്തിലെ ചെറിയ ചാണക സംഖ്യയുണ്ടല്ല അവര് വലിയ ചാണക സംഖ്യ കൊണ്ടൊരു വിടുപണി എടുക്കുന്നു. ഇനി നമുക്കുണ്ടല്ല കേരളത്തിലെ യഥാർത്ഥ മനുഷ്യരില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധവും വിവരമുള്ള സാധാരണക്കാരായ യഥാർത്ഥ മനുഷ്യർ, ആ മനുഷ്യരുള്ള സംഖ്യകളെ കുറിച്ച് കേരളത്തിലെ ഭരണം പിടിക്കാൻ വരുന്ന സംഖ്യകളെ കുറിച്ച് പറയുന്ന കുറച്ച് മനോഹരമായ കാര്യങ്ങൾ കേട്ടിട്ട് വന്നല്ലോ. BJP-യുടെ ആവശ്യമില്ല. BJP-ന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കോപ്പറേറ്റീവ് ഹിന്ദുത്വം ഒരാവശ്യം. കോപ്പറേറ്റീവ് ഹിന്ദുത്വം അല്ല, ഇന്ത്യന്റെ ഒരു മതേതര സംവിധാനമാണ്. എല്ലാ ജാതി മതം മനുഷ്യരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യനെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ മോദിക്ക് കഴിയുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ മൂപ്പര് 24 മണിക്കൂർ അങ്ങോട്ട് പോയിട്ടാണ് ഇവിടെ യുദ്ധം ഉണ്ടാകുന്നത്. എവിടെ യുദ്ധം ഉണ്ടാകുന്നത്? മറ്റേ ഇവിടെ പോയിട്ട് ഇവിടെ ഇസ്രായേലിൽ പോയിട്ട് യുദ്ധം ഉണ്ടാകുന്നത്. മൂപ്പര് പോയിക്കൊണ്ട് ഇവിടെ വന്നുകൊണ്ട് അവിടെ വന്ന് യുദ്ധം ഉണ്ടാകുന്നത്. ഈ ഇന്ത്യന്റെ നയം അതല്ല. ഇന്ത്യന്റെ നയം എന്ന് പറഞ്ഞാൽ ചെറിയ നയങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത് കേരളം നന്നാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? ഒരു അവസരത്തിൽ ഞങ്ങൾ നന്നായി തരാന്ന് പറഞ്ഞിട്ടുണ്ട് BJP. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആദ്യം ജാതി വ്യവസ്ഥ പരിഹരിക്കട്ടെ മോനെ. ഈ RSS ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ജാതി വ്യവസ്ഥ പരിഹരിക്കണം. RSS അയ്യോ, ഈ കേരളത്തിലെ BJP-നെ ശരിക്കും ആവശ്യമുണ്ടോ? കേരളത്തിൽ BJP-ന് ആവശ്യമില്ല. കാരണം വെച്ചാൽ കേരളം വികസിക്കല്ലേ. ഈ മോഡി മോഡി എന്താ ഇവിടെ കേരളത്തിൽ ചെയ്യുന്നത്? ഒരു ചെയ്യുന്നില്ല. ഒരു ചെയ്യുന്ന എന്താ വെച്ചാൽ ഒരു പരസ്യം കൊടുക്കുക. വെറുതെ കണ്ടില്ല മാതൃഭൂമി മനോരമ പൈസ കൊടുക്കുക. ഒരു മാനസിക പരിഗണന വേണ്ട. ഒരു സൂര്യമല നടത്തുന്നു. ജാതി മതല്ല, എല്ലാം മരിച്ചു കഴിഞ്ഞു മനുഷ്യരാ. ബോഡി കൊണ്ടുപോകുമ്പോ എവിടെ കൊണ്ടുപോകുന്ന അറിയില്ല. അവിടെ അർദ്ധി ഒന്നും ചെയ്തില്ല, ഒരു ഉറുപ്പ്യ കൊടുത്തില്ല. എന്നിട്ട് മോഡി കോപ്പറേറ്റ് വരണ മോനെ. അത് കോപ്പറേറ്റ് വരണ, ഇത് ഹിന്ദുത്വ കോപ്പറേറ്റ് വരണോ? ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം ഒന്നും ഇവിടെ ഇല്ല. മനുഷ്യ ജീവിതമാണ് പ്രധാനം. മനുഷ്യന്റെ ജീവിതത്തിന് അപ്പുറത്തൊരു ഇതില്ല. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്നതാണ്. ഇതുവരെയൊക്കെ നമ്മൾ അരി വെന്തോന്ന് അറിയാൻ അടുപ്പത്തുനിന്ന് 1-2 വറ്റെടുത്ത് നോക്കിയാൽ മതി. ആ കലത്തിൽ എത്ര ആയിരക്കണക്കിന് വറ്റുണ്ടെങ്കിൽ 1-2 വറ്റ് നോക്കിയാൽ അത് വെന്തോ ഇല്ലെന്ന് അറിയാം. ഇന്ത്യയിൽ 29ഓളം സ്റ്റേറ്റ് ഉണ്ട്. അതിൽ 10-24 സ്റ്റേറ്റ് ഭരിക്കുന്നത് BJP തന്നെയാണ്. അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് നോക്കി കണ്ടാൽ മതി. അതിലപ്പുറം ഒന്നും വേണ്ട. കേരളം എല്ലാം കൊണ്ടും നമ്പർ 1 ആണ് എന്നും. അതിപ്പോ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും അത് കേരളത്തിലെ ജനങ്ങളും അതുപോലെ വളരെ ഫോർവേഡാണ്. അതുപോലെ കുറെയൊക്കെ എന്താ പറയുക കൾച്ചേർഡ് ആണ് അതൊക്കെ. അപ്പൊ അത് ഒന്നുകൊണ്ടും BJP അറ്റ്ലീസ്റ്റ് വന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പൊ കഴിഞ്ഞ സുരേഷ് ഗോപി വേറെ. പിന്നെ ഇവരെ അറിഞ്ഞാൽ ജനങ്ങൾക്കും വേണ്ടി ഒന്നും ചെയ്യൂല. അത് നമ്മൾ വയനാട് ദുരന്തത്തിൽ കണ്ടതാണ്.
കഴിഞ്ഞ ഇലക്ഷനിൽ ഭാരതേരി പറഞ്ഞ് കുറച്ച് അരി തൃശ്ശൂർ കൊണ്ടുവന്ന് കൊടുത്തു എന്നല്ലാതെ അത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എടുത്തോണ്ട് പോയി. ഒരു അരിയില്ല, ഒരു ദിവസം കൊടുത്തു. വയനാട്ടിൽ ഇത്രയും ഉണ്ടായിട്ട് ഒരു രൂപ കൊടുത്തിട്ടില്ല. അവരൊന്നും ചെയ്യൂല. LDF UDF മാറി വാരി വരിക്കട്ടെ, അതിലിപ്പോ തെറ്റൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം വർഗീയത വരാൻ പാടില്ല. ഇവരിപ്പോ പറയുന്നത് മാറുന്നാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നാറാത്ത് നാറ്റിക്കാൻ നടക്കുന്നത്. ഒരു നിലക്കും BJP, നമ്മൾ BJP എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് പറയണം, അതിന് വർഗീയവൽക്കരിച്ചല്ല. അവർക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ല. അവർക്ക് ഇങ്ങനെ മതത്തിന്റെ മറ്റും പേരിൽ പറഞ്ഞിട്ട് തമ്മിൽ തല്ലിച്ച് അധികാരം കൊണ്ടുപോകാം. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും BJP പറഞ്ഞങ്ങൾ കേട്ടിട്ട് BJP ഭരിച്ചാൽ ഇവിടെ നാശമായിരിക്കും. വർഗീയതയും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ബീഫ് കഴിച്ചാൽ തല്ലിക്കൊല്ലുക, ബീഫ് സൂക്ഷിച്ചാൽ തല്ലിക്കൊല്ലുക, അങ്ങനെ വർഗീയമായിട്ടുള്ള ചിന്തിക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഇല്ലാതാക്കുക. മണിപ്പൂരും അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടാവുള്ളൂ. BJP കേരളത്തിലേക്ക് വന്നാൽ ഇവിടുത്തെ കേരളീയർക്ക് സ്വസ്ഥം ഉണ്ടാവില്ല, തീർച്ചയായിട്ടുണ്ടാവില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ് തൃശ്ശൂർ. തൃശ്ശൂരിലെ ജനങ്ങൾ പാഠം പഠിച്ചിട്ടുണ്ട്. ഇനി സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇനി കേരളത്തിലേക്കേ വേണ്ട, തൃശ്ശൂരിലേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം ഉള്ളത്. ആറ്റുകാൽ പൊങ്കാല നല്ലപോലെ നടന്നുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ട് കുളമാക്കി. അത് ചളിയിലാണ് ഈ ആറ്റുകാൽ പൊങ്കാല നടന്നത്. പല അടുപ്പുകളിലും തീ കത്താത്ത ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാല. BJP ഭരിക്കുന്ന തിരുവനന്തപുരം സംസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിൽ നടന്ന ആറ്റുകാൽ പൊങ്കാല ഈ കേരളം കണ്ടതിൽ ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഒരു പൊങ്കാലായിട്ടാണ് ഈ പ്രാവശ്യം നടന്നത്. കേരളം എന്ന് പറയുന്ന ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ കേരളത്തിന് ഇനി BJP വന്നു കഴിഞ്ഞാൽ പറ്റ കുളം തോണ്ടും എന്നല്ലാതെ ഇപ്പോൾ ഉള്ള ഈ വികസനവും കാര്യവും കേരളത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. അതാണ് ഇനി BJP വന്നാൽ കേരളത്തിന്റെ അവസ്ഥ. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും തരുമെന്ന് പറഞ്ഞിട്ടാണ് BJP ഇന്ത്യ അധികാരത്തിൽ വന്നത്. അത് 100 രൂപയുടെ മുകളിലേക്ക് പോകാന്നല്ലാതെ ഒരു രൂപ കുറക്കാൻ BJP സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും അവർക്ക് സാധിക്കുകയില്ല. അവർ കോർപ്പറേറ്റ് ആളുകളുടെ കയ്യിലേക്ക് ഇന്ത്യ രാജ്യത്തെ കൊടുത്തു കഴിഞ്ഞു. അദാനി അംബാനിയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഭരിക്കാൻ എന്നല്ലാതെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഭരിക്കാൻ BJPക്ക് ഒരു ജീവിതത്തിൽ ഒരിക്കലും കഴിയില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഈ കൊറോണ സമയത്ത് ഡെഡ് ബോഡി കൊണ്ടുപോയത് സൈക്കിളിൽ ഉന്തുവണ്ടിയിലൊക്കെയാണ്. കേരളത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കേരളം 100% സാക്ഷരത ആയതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായ ജനങ്ങളായതുകൊണ്ടാണ് കേരളത്തിൽ ഒരിക്കലും ഇനി BJP അധികാരത്തിൽ വരില്ല എന്ന് പറയാൻ കാരണം. കേരളം എന്നല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞ മാതിരി മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും ഒരു വികസനം ഇല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ വന്നിട്ട് എന്താ കാര്യം? കേരളത്തിൽ വന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം ഒരിപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള സംസ്ഥാനത്തിന്റെ അവസ്ഥ തന്നെ പറയുന്നുണ്ട് കേരളത്തിന്റെ 7 ആലത്തേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ജയിച്ചു പോയിരുന്നിട്ടുള്ള മറ്റുള്ള ഇവിടുത്തെ സംസ്ഥാന BJP പ്രസിഡന്റ്, ഇനിയിപ്പോൾ മറ്റേ കെ സുരേന്ദ്രൻ, സുരേഷ് ഗോപി, ഇവരൊക്കെ ഇവിടെ ഉള്ള ആളുകളല്ലേ. ഇവിടെ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപിന്റെ അവസ്ഥ എന്താണ്? തൃശ്ശൂർ തന്നെ കുടുങ്ങിക്കിടക്കുക. പിന്നെ അതേമാതിരി ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാറി. അതിനെക്കാളും വലിയ ഒന്നും അറിയാത്ത ഒരാളാണ് ഇപ്പോൾ, വേറൊരു വ്യവസായിയാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിൽക്കുന്നത്. അയാളായ വ്യവസായ ലെവലിലാണ് BJP എന്ന ഈ പാർട്ടിനെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അയാളെ പേരിൽ തന്നെ കർണാടകത്തിൽ ഭൂമിന്റെ ഇടപാടിൽ കോടികളുടെ പരിപാടികൾ നടത്തിയിട്ടാണ് മൂപ്പർ ഇവിടെ വന്നത്. അപ്പോൾ അയാൾ ഒരു വ്യവസായിയാണ്. അപ്പോൾ അയാൾ വ്യവസായ ലെവലിൽ തന്നെ പോകുന്നുള്ളൂ. ഇപ്പോൾ 2020 സാബു പുറത്തേക്ക് വന്ന് അയാൾ തന്നെയല്ലേ, അയാൾ ഒരു വ്യവസായിയാണ്. ഇവിടെ മോശം നേരിട്ടാണ് അയാൾ അങ്ങോട്ട് പോയി. അയാൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും, രാഷ്ട്രീയം കളിക്കാൻ ഇങ്ങോട്ട് വരും. രാഷ്ട്രീയ അവിടെ കളിച്ചാൽ പോരെ, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതേമാതിരി പറഞ്ഞ വാക്കാണ് തിരുവനന്തപുരം നഗരസഭയിൽ പറഞ്ഞത്. ഞങ്ങൾ വന്ന മാറ്റം ഉണ്ടാകുന്നു. BJPക്കാരായതുകൊണ്ട് പറയാണ്, പൊങ്കാലിടാൻ പോയ വനിതകൾക്കുണ്ട അനുഭവം കുളമാക്കി. ഇപ്പോൾ കേരളം നന്നാക്കാൻ മതി വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഞാനൊരു വയ്യോര കച്ചവടക്കാരാണ്. ഞങ്ങൾ പർച്ചേസിന്റെ ഭാഗമായി ഞങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്താൽ, നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ കയറി യാത്ര ചെയ്താൽ മനോവികസനം നടത്തുന്ന പ്രൈവറ്റാക്കി കാണാം. എന്നാൽ കേരളത്തിന്റെ കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ സമുദായം ഇപ്പോൾ കാണില്ലാതാണ്. അപ്പോൾ ഒന്ന് വളരെ സിമ്പിളായിട്ട് യാത്രയിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഞങ്ങൾ പോകുന്ന നമ്മളെ കേരളത്തിൽ വിട്ട് കഴിഞ്ഞാൽ ചെറു കുട്ടികൾ എടുക്കുന്ന ജോലികൾ നമ്മളെ ഈ നാട്ടിൽ ജോലി ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അപ്പോൾ ചോദിക്കില്ല ജോലി ചെയ്യുന്നു. അങ്ങനത്തെ ദാരിദ്ര്യം പിടിച്ച സംസ്ഥാനങ്ങളായി കഴിയുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്റ്റേറ്റിൽ ഭരിക്കുന്ന ആൾക്കാരാണ് കേരളം നന്നാക്കാൻ പറ്റുന്നത്. കേട്ടല്ലോ, ഇത് കേരളത്തിലെ സാധാരണ ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരുടെ അഭിപ്രായങ്ങളാണ്. അവര് പറയുന്നില്ലേ, കേരളത്തിൽ BJP വന്നെങ്കിൽ ഒരു വികസനവും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നല്ല വികസനം ഉണ്ടാകും കേട്ടാ. അത് ഏത് കാര്യത്തിലാണെന്നറിയാം? വർഗീയത കാര്യത്തിൽ മാത്രമാണ് കേരളത്തിൽ BJP വന്നാൽ ആകെ ഉണ്ടാകുന്ന ഒരു വികസനം. മുന്നീ സംഖ്യയിലുള്ള സുരേഷ് ഗോപിനെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ എയിംസ് കൊണ്ടുതരും, പഴംപൊരി കൊണ്ടുതരും, ഉണ്ടംപൊരി കൊണ്ടുതരും, എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. എന്നിട്ട് നമ്മളെ കേരളത്തിന് എന്താണ് കിട്ടിയത്? ആമമുട്ട, വെറും ആമമുട്ട. അതുകൊണ്ട് കേരളത്തിലെ ബോധവും ഇവരുടെ മലയാളിയോട് എനിക്കൊന്നേ പറയുള്ളൂ, ലവന്മാരുണ്ടല്ല, സംഘി ലവന്മാർ നമുക്ക് തന്നത് ആമമുട്ടയാണ്. അപ്പൊ നമുക്കുണ്ടല്ല സംഘി ലവന്മാർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് ആനമുട്ടയാണ്, ആനമുട്ട. അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വോട്ട് എണ്ണുമ്പോൾ കേരളത്തിലെ ജനതയുണ്ടല്ല BJPക്കാർക്ക് സംഖ്യക്ക് കൊടുക്കുന്നത് ആനമുട്ടയായിരിക്കും, ആനമുട്ട സീറ്റുകൾ. അപ്പൊ സംഖ്യക്ക് ആനമുട്ട കൊടുക്കാൻ തയ്യാറായ കേരളത്തിലെ എല്ലാ നല്ലവരായ ജനങ്ങൾക്കും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.